പലപ്പോഴും ഓർത്തിട്ടില്ലേ, അന്ന് അങ്ങനെ പറയണ്ടായിരുന്നു, അറിയാതെ ആ ദേഷ്യത്തിൽ പെട്ടെന്നങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നുകയാണ്. ഒരാൾ വിഷം കഴിച്ചാൽ അത് അയാളെ മാത്രമേ കൊല്ലുകയുള്ളൂ. എന്നാൽ ഒരാളുടെ ചെവിയിൽ വിഷം ചെന്നു കഴിഞ്ഞാൽ അത് അനേകം ബന്ധങ്ങളെ കൊന്നുകളയും. എത്രയോ സത്യമാണല്ലേ. വചനം പറയാണ്, നാവ് മാരകമായ വിഷമാണ് എന്നുള്ളത്. മനുഷ്യന് ഈ ലോകത്തിലുള്ള സകലതിനെയും നിയന്ത്രിക്കാനും ഇണക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വന്തം നാവിനെ മാത്രം അവന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഒരേ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യൻ അതേ നാവ് കൊണ്ട് തന്നെ മനുഷ്യനെ ശപിക്കുന്നുണ്ട്. എത്രയോ തവണ തീരുമാനമെടുത്താണ് ഇനി ആരുടെയും കുറ്റം പറയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും നാവിനെ നിയന്ത്രിക്കാനായിട്ട് കഷ്ടപ്പെടുമല്ലേ. ഇന്ന് ജമീമിയെ വാഴ്ത്തിപ്പാടുന്ന ലോകം ഇതേ നാവുകൊണ്ട് തന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അവളെ താറടിച്ച് കെട്ടിയതാണ് എന്ന കാര്യവും മറക്കരുത്. എൻ്റെ അനാവശ്യമായ സംസാരം മൂലം എത്രയോ മനുഷ്യരെയാണ് ഞാൻ ഇങ്ങനെ കൊന്നിട്ടിരിക്കുന്നത്. പറഞ്ഞു പോയ വാക്കിന് എങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും? ഇപ്പോഴും ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ മുറിയപ്പെട്ട് അകന്നു കഴിയുന്ന എത്രയോ ബന്ധങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു ആ ബന്ധങ്ങളൊക്കെയും. അതുകൊണ്ട് വാക്കുകളെ ഒന്ന് സൂക്ഷിക്കണം. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പേരിൽ എടുത്തു ചാടി ഒന്നും പറയരുത്. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് മാത്രം ഉത്തരം പറയുക. വചനം പറയാണ്, നാവ് തീയാണ്, അത് കത്തിക്കും, മുറിപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക.